നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കുമ്പളയിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF ഭരണസമിതിയുടെ അഴിമതി തുറന്നുകാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് നേതാക്കൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കുമ്പളയിൽ SDP ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് കിതൂർ ശ്മശാനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചുകടത്തി. കുമ്പള പഞ്ചായത്ത് കോൺഗ്രസ് അംഗം അറസ്റ്റിൽ. നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി പിടിയിൽ. നീലേശ്വരം ചിറപ്പുറത്തെ KVK ഉല്ലാസാണ് പിടിയിലായത്. കാസർഗോഡ് വധശ്രമ കേസിലെ പ്രതികൾ പിടിയിൽ. കർണാടകയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 24-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരിശീലനം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ KM ബഷീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ് റിലീസ് അനുസരിച്ച് നമ്മുടെ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഡിസംബർ 11-ാം തീയതിയാണ് നടക്കുക. അതിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നാളെ 14-ാം തീയതി നമ്മൾ ഇറക്കും. നാളെ തൊട്ട് 21-ാം തീയതി വരയ്ക്കും നോമിനേഷൻസ് നമ്മൾ സ്വീകരിക്കും. 22-ാം തീയതി അതിനായിട്ടുള്ള സ്ക്രൂട്ടിനി, എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരും അതിനായിട്ടുള്ള സ്ക്രൂട്ടിനി നടത്തും. 24-ാം തീയതിയാണ് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുക്കങ്ങൾ ഒന്ന് പറയാം. നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർമാരെ എല്ലാവർക്കും പഞ്ചായത്ത് തലത്തിലുള്ള ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിൽ ഉള്ള ഞാനുണ്ട്. എല്ലാവർക്കും ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യഘട്ട ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ ഫൈനൽ ഇലക്ടറൽ റോൾ. നാളെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഇതുവരെയ്ക്കും നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് 1370 ബൂത്തുകളാണ്. ഈ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആന്റി ഡിഫേസ്മെന്റ് കമ്മിറ്റി, MCCക്കുള്ള കമ്മിറ്റി, അതേപോലെ വിവിധ നോഡൽ ഓഫീസർമാരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻസ് നടക്കുന്നത് വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടിയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തീകരിച്ച് നമ്മളെല്ലാം റെഡിയാക്കി വെയർ ഹൗസിൽ വെച്ചിട്ടുണ്ട്. അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ളയും അത് റിസീവ് ചെയ്യാനുള്ള ബ്ലോക്ക് തലത്തിലുള്ള സെന്റേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. LDF സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ജില്ലയ്ക്ക് ലഭ്യമായ വികസന പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDFന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2020 തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലും 6-ൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 3-ൽ 2 മുനിസിപ്പാലിറ്റികളിലും 38-ൽ 19 പഞ്ചായത്തുകളിലും ഭരണത്തിലേറിക്കൊണ്ട് LDF ജില്ലയിൽ കരുത്ത് തെളിയിച്ചിരുന്നുവെന്നും ഇതിനു പുറമെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ LDF പിന്തുണയോടെയാണ് ഭരണമുണ്ടായതെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. LDF ഭരണ നേതൃത്വത്തിലുള്ള ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച പ്രതിച്ഛായയും LDF സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ നാടിന് മാതൃകയായ മുന്നേറ്റങ്ങളും ജില്ലയ്ക്ക് ലഭ്യമായ വികസന പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDFന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ആകെ 18 ഡിവിഷനുകളിൽ CPIM 10 ഡിവിഷനുകളിലും CPI 3 ഡിവിഷനുകളിലും INL 2 ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് M, RJD, NCP എന്നീ ഘടകകക്ഷികൾ 1 വീതം ഡിവിഷനുകളിലും മത്സരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ആ വർത്തമാനകാല സാഹചര്യത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗതയില്ലാതെ മുഴുവൻ പേരെയും ജാതിയുടെയോ മതത്തിൻ്റെയോ സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെ അതിർവരമ്പില്ലാതെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പോൾ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം ചേർന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വർഗീയതയൊക്കെ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല. നിശ്ചയമായിട്ടും അതുൾപ്പെടെ ഈ ജില്ലയിൽ LDFന്റെ വോട്ടുകൾ വർദ്ധിക്കുന്നതിന് സഹായമായി തീരും. അതുകൊണ്ട് ഞങ്ങൾ LDFന്റെ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത്. LDFന്റെ മിക്കവാറും 11 കക്ഷികളുണ്ട്. അതിൽ 9 കക്ഷികളുടെ നേതാക്കന്മാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് പത്രസമ്മേളനം നടത്താൻ തയ്യാറായത്. അപ്പോൾ ഇനി പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. LDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ചില വാർഡുകളിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്താങ്ങുകയാണ്. ആ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും ഞങ്ങൾ ജില്ലയിലെ
ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ വാർഡ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും പഞ്ചായത്ത്, മുനിസിപ്പൽ, LDF തെരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷനുകൾ 12 മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും നവംബർ 17 പൂർത്തിയാകുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർഡ് തല LDF തെരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷനുകൾ നവംബർ 20 പൂർത്തിയാകുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 10 ഡിവിഷനുകളിലാണ് CPIM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ചിറ്റാരിക്കൽ ഡിവിഷൻ ഒഴികെയുള്ള 9 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 10 ഡിവിഷനുകളിലേക്കാണ് CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ചെറുവത്തൂരിൽ ഡോക്ടർ സെലീന സലാം, മടിക്കയിൽ K സബീഷ്, കുമ്പളയിൽ KB യൂസഫ്, ദേലമ്പാടിയിൽ O വത്സല, ബേക്കലിൽ TV രാധിക, ചെങ്കളയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സഹബാനു സാഗർ, കുറ്റിക്കോലിൽ സാബു എബ്രഹാം, കയ്യൂരിൽ ഒക്ലാവ് കൃഷ്ണൻ, പുത്തികയിൽ KA മുഹമ്മദ് ഹനീഫ എന്നിവരാണ് CPM സ്ഥാനാർത്ഥികൾ. പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടിക. ചിറ്റാരിക്കാൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA പറഞ്ഞു. CPIM 10 സീറ്റിലാണ് മത്സരിക്കുന്നത്. അതിൽ ചിറ്റാരിക്കൽ സീറ്റ് സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. വിശദമായ ആലോചന കൂടി നടത്തി 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. ചെങ്കളയിൽ CPIM അഥവാ LDF പിന്തുണ നൽകുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കുറ്റിക്കോൽ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, കേരള ബാങ്കിൻ്റെ ഡയറക്ടർ സാബു അബ്രഹാം, വെസ്റ്റേണേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ കേഡറാണ്. വെസ്റ്റേണേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, എളയിരുത്തട്ട് കോളേജിലാണ് പഠനം. കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. CH കുഞ്ഞമ്പു MLA, KP സതീഷ് ചന്ദ്രൻ, K കുഞ്ഞിരാമൻ, സാബു എബ്രഹാം തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് കുറ്റിക്കോൾ ഡിവിഷനിൽ മത്സരിക്കുന്ന സാബു അബ്രഹാം പറഞ്ഞു. CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡിസംബർ 11 കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികൾ എന്ന നിലയിലാണ് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ 5 വർഷക്കാലത്തിനുൾപ്പെടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തെ ലോകോത്തരമായ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ജനാംഗീകാരം കൂടിയായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പോകുന്ന കാസർഗോഡ് ജില്ലയിലെ പുതിയ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയുടെ സമഗ്രമായ വികസന കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് കാസർഗോഡ് ജില്ല കേരളത്തിലും നമ്മുടെ രാജ്യത്തിനും അഭിമാനകരമായ നിലയിലേക്കുള്ള ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു ജില്ലയായി ഈ ജില്ലയെ പൊതുവിൽ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന ഞങ്ങളുടെ പാർട്ടി CPIMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിലെ ജനങ്ങളും ഏൽപ്പിക്കും എന്ന തികഞ്ഞ വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. കുമ്പളയിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും തുറന്നുകാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും LDF മികച്ച വിജയം നേടുമെന്നും LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി എല്ലാ മേഖലകളിലും വികസനമില്ലാതെ കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തായി കുമ്പളയെ മാറ്റിയതായി LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷമായ BJP UDFന്റെ അഴിമതി കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വഴിയോര വിശ്രമ കേന്ദ്രം, മണൽക്കടവ് എന്നിവയിലെ അഴിമതിയിൽ ഭരണസമിതി നാണം കെട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ, KB യൂസഫ്, രത്നാകരാജി, സിദ്ദിഖലി മൊഗ്രാൽ, അഹമ്മദ് അലി കുമ്പള, രഘുറാം ചത്രംപള്ള, താജുദ്ദീൻ മൊഗ്രാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളയിൽ SDP ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവകാശങ്ങൾ അർഹരിലേക്ക്, അഴിമതിയില്ലാത്ത വികസനം എന്ന വാഗ്ദാനവുമായാണ് പാർട്ടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് SDP നേതാക്കൾ കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുമ്പള പഞ്ചായത്തിൽ SDPI സ്ഥാനാർത്ഥികൾ 10ഓളം വാർഡുകളിൽ മത്സരിക്കും. ഒന്നാം ഘട്ടത്തിൽ 4 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. UDFന്റെ നേതൃത്വത്തിലുള്ള കുമ്പള പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ കുമ്പള ടൗണിൽ ബസ് ഷെൽട്ടർ നിർമ്മാണത്തിലെ അഴിമതി കേരളമൊന്നാകെ ചർച്ചയായത് നാടിന് അപമാനകരമാണെന്നും അഴിമതി ഉയർത്തിക്കാട്ടിയാകും കുമ്പളയിൽ SDPI തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും SDPI നേതാക്കൾ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ അറഫ, മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ഷബീർ, കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി ഷാനിഫ് മൊഗ്രാൽ, ട്രഷറർ നൌഷാദ്, മൻസൂർ കുമ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കിദൂർ ശ്മശാനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയ കേസിൽ കുമ്പള പഞ്ചായത്ത് കോൺഗ്രസ് അംഗം അറസ്റ്റിൽ. 8ാം വാർഡ് അംഗമായ രവിരാജ് എന്ന തുമ്മയെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുമ്പള പഞ്ചായത്തിന്റെ അധീനതയിൽ കിദൂർ കുണ്ടങ്കേരടുക്കയിലുള്ള ശ്മശാനത്തിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തിയ കേസിൽ കുമ്പള പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. 8ാം വാർഡ് അംഗമായ രവിരാജ് എന്ന തുമ്മയെയാണ് കുമ്പള SI അനൂപിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2 ആഴ്ച മുൻപാണ് ശ്മശാന ഭൂമിയിൽ നിന്നും ഇയാൾ 124 മരങ്ങൾ മുറിച്ചു കടത്തിയത്. മരമുറി വിവാദമായതിനെ തുടർന്ന് കുമ്പള പഞ്ചായത്ത് സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണത്തിൽ രവിരാജിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന് വ്യക്തമായി. മുറിച്ചു കടത്തിയ മരത്തടികൾ ഒരു മരമില്ലിൽ വിൽപ്പന നടത്തിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള. നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി പിടിയിൽ. നീലേശ്വരം ചിറപ്പുറത്തെ KVK ഉല്ലാസാണ് പിടിയിലായത്. നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി നീലേശ്വരം ചിറപ്പുറം സ്വദേശി KVK ഉല്ലാസാണ് പിടിയിലായത്. ബംഗളൂരു എയർപോർട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിക്കെതിരെ നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വിദേശത്ത് നിന്നും വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ചിറ്റാരിക്കാൽ പോലീസ് പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയുള്ള വിസ വാഗ്ദാനം ചെയ്ത് നിരവധി യുവാക്കളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ചിറ്റാരിക്കാൽ പോലീസിലടക്കം വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. ചിറ്റാരിക്കാൽ SI മധുസൂദനൻ മടിക്കയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. അന്വേഷണ സംഘത്തിൽ ASI ബ്രിജേഷ് കുട്ടമത്ത്, പോലീസുകാരായ ഷിൻഡോ അബ്രഹാം, നിതീഷ് എന്നിവർ ഉണ്ടായിരുന്നു. ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് വധശ്രമ കേസിലെ പ്രതികൾ പിടിയിൽ. 4 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതികളെ കർണാടകയിൽ നിന്നാണ് പിടികൂടിയത്. അമ്പലത്തറ സ്വദേശികളായ മുനീർ, സമീർ എന്നിവരെ സംഘം ചേർന്ന് വാളുകൊണ്ട് വെട്ടുകയും ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളികളായ 1ഉം 4ഉം പ്രതികളായ പുല്ലൂർ നൈക്കുട്ടിപ്പാറ സ്വദേശികളായ ഹമീദ് AM, അൽത്താഫ് എന്നിവരെ അമ്പലത്തറ പോലീസ് സമർത്ഥമായി ഉടുപ്പി ഹെബ്രിയിൽ വെച്ച് പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ ഒളിവിൽ കഴിയുന്ന സ്ഥലം മനസ്സിലാക്കി നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത്. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP മനോജ് VVയുടെ മേൽനോട്ടത്തിൽ അമ്പലത്തറ ഇൻസ്പെക്ടർ വിപിൻ UPയുടെ നേതൃത്വത്തിൽ ASI ജയരാജൻ, ബിജു, SCPOമാരായ ഷിബു, രതീശൻ, സ്പെഷ്യൽ സ്ക്വാഡ് അംഗമായ നിഖിൽ കുമാർ MV എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം ഹൊസങ്കാടിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് നാരായണൻ CV ഉദ്ഘാടനം ചെയ്തു. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി.
പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം ജില്ലാ പ്രസിഡന്റ് നാരായണൻ CV ഉദ്ഘാടനം ചെയ്തു. നമുക്കും മരുന്ന് വാങ്ങിക്കണം, നമ്മുടെ മരുന്ന് വാങ്ങിക്കുന്ന മരുന്നിന് കൂടുതലല്ല, എല്ലാ മരുന്നിനും ഒരേ വിലയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 58 കഴിഞ്ഞ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പരിഗണിക്കുന്നതിന് പകരം അവഗണിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ബോധങ്ങളോടും അതുപോലെ തന്നെ ഡയറക്ടർ ശക്തരാണ്. 20,000 കുടുംബം ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് ഈ സമൂഹത്തിൽ ഞങ്ങളുടെ സ്ഥാനം ഇന്നതാണ് ഈ പ്രദേശത്തുകാരോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണൻ അടുക്കത്തൊട്ടി അധ്യക്ഷത വഹിച്ചു. S. രാമചന്ദ്രൻ, ശാന്താറാം ഷെട്ടി, പ്രേംകുമാർ KP, വിശ്വനാഥ ഷെട്ടി കുഞ്ചത്തൂർ, ഇബ്രാഹിം പുത്തികെ, രാമകൃഷ്ണൻ കടമ്പാർ, പ്രമീള K. ഉച്ചിൽ, പുഷ്പ M. ചിത്രാവതി, നാരായണ പൂജാരി, രാമചന്ദ്ര ഭട്ട് കനിയാല, സദാശിവ ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് പാലസ് സോക്കർ ലീഗ് സീസൺ 2 ലോഗോ പ്രകാശനം നടന്നു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. കിക്ക് ഔട്ട് ഡ്രഗ്സ് ഓൺലി ഫുട്ബോൾ എന്ന സന്ദേശവുമായി സോക്കർ ക്ലബ്ബ് വിദ്യാനഗർ സംഘടിപ്പിക്കുന്ന ദുബായ് പാലസ് സോക്കർ ലീഗ് സീസൺ 2 ലോഗോ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. സോക്കർ ക്ലബ്ബ് വിദ്യാനഗർ സംഘടിപ്പിക്കുന്ന സോക്കർ ലീഗ് സീസൺ 2 ഇതിന് എല്ലാവിധ സഹായ സഹകരണം നൽകുന്നത് ദുബായ് പാലസാണ്. ഇത് നമ്മുടെ യുവതലമുറകൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് പുതിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഇത് നാട്ടിലെ മുഴുവൻ ക്ലബ്ബുകളും മാതൃകയാക്കേണ്ട ഒരു പരിപാടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഇതിൻ്റെ സ്ലോഗൻ തന്നെ കിക്ക് ഔട്ട് ഡ്രഗ്സ് ഓൺലി ഫുട്ബോൾ എന്നതാണ്. അപ്പോൾ മയക്കുമരുന്നാണ് ഇന്ന് നമ്മുടെ യുവതലമുറയുടെ ലഹരി. ആ ലഹരിയിൽ നിന്ന് മുക്തമായി ഫുട്ബോൾ ലഹരിയായി കണക്കിലെടുത്ത് എല്ലാവരും ഫുട്ബോളിലേക്ക് മടങ്ങണം എന്നതാണ് ഈ സോക്കർ ക്ലബ് വിദ്യാനഗറിൽ നമ്മുടെ നാടിന് നൽകുന്ന സന്ദേശം. ഈ സന്ദേശം നെഞ്ചോട് ചേർത്ത് വെക്കാൻ എല്ലാവരും മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട് രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു മഹത്തായ സംരംഭത്തിന് മുതിർന്ന സോക്കർ ക്ലബ് വിദ്യാനഗറിനെ കാസർകോട്ടെ മുഴുവൻ പൗരാവലിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ സോക്കർ ലീഗ് ഒരു വലിയ വിജയമാകട്ടെ. വരാനിരിക്കുന്ന നാടുകളിൽ നമ്മുടെ കാസർഗോഡിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വലിയൊരു മാറ്റം ഇത് ഉണ്ടാക്കട്ടെ. നമ്മുടെ തലമുറയ്ക്ക് പുതിയ ഒരു ആവേശം, പുതിയൊരു ചൈതന്യം ഈ സോക്കർ ലീഗിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ലഹരിയെ പുറത്താക്കി ഫുട്ബോളിലേക്ക് മടങ്ങുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന സോക്കർ ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ പ്രകാശന ചടങ്ങിൽ MLA NA നെല്ലിക്കുന്ന് അഭിനന്ദിച്ചു. ചടങ്ങിൽ സോക്കർ ക്ലബ്ബ് ഭാരവാഹികളായ മുർഷിദ് സാം, ഷായിഫ് അണങ്കൂർ, നൌഷാദ് പട്ടു, മുസ്തഫ അണങ്കൂർ എന്നിവർ പങ്കെടുത്തു. നവംബർ 15, 16 തീയതികളിൽ ഉളിയത്തടുക്ക ഗ്രീൻഫീൽഡിലാണ് സോക്കർ ലീഗ് പോരാട്ടങ്ങൾ നടക്കുക. 6 ടീമുകളാണ് ലീഗിൽ മാറ്റുരയ്ക്കുക. വിദ്യാനഗർ ചാലയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ദുബായ് പാലസ് MD ഹാരിസ് ദുബായ് ആണ് ലീഗിന്റെ പ്രധാന സ്പോൺസർ. ഷാഹു അണങ്കൂരാണ് സപ്പോർട്ടിംഗ് സ്പോൺസർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവാസലോകത്ത് കുടുംബിനികളെ ശാക്തീകരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ വനിതാ വിങ്ങിന് രൂപം നൽകി. അബൂഹൈൽ KMCC ആസ്ഥാനത്ത് ചേർന്ന പ്രഥമ കൗൺസിൽ യോഗം സംസ്ഥാന KMCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്തെ അപേക്ഷിച്ച് ധാരാളം കുടുംബിനികൾ പ്രവാസലോകത്ത് സർവ്വമേഖലയിലും വ്യാപൃതരാവുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്ത് അവരെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്ന് സംഘടിക്കേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. സംസ്ഥാന വനിതാ ലീഗ് പ്രസിഡന്റ് ബ്രസീലിയ ശംസുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ KMCC പ്രസിഡന്റ് സലാം കന്യപ്പാടി, ജനറൽ സെക്രട്ടറി ഹനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ, സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ മൊയ്തീൻ, ജനറൽ സെക്രട്ടറി റീന ടീച്ചർ, ട്രഷറർ നജ്മ സാജിദ്, കോർഡിനേറ്റർ സെറീന ഇസ്മായിൽ, മിന്നത്ത് അമീൻ, ഔവമ്മ ടീച്ചർ, റാബിയ സത്താർ, ആയിഷ മുഹമ്മദ്, റിയാന സലാം, ഷജിദ ഫൈസൽ, സഹീന ഖലീൽ തുടങ്ങിയവർ സംസാരിച്ചു.
പ്രസിഡന്റായി റൈസാന നൂറുദ്ദീനെയും ജനറൽ സെക്രട്ടറിയായി അസ്മീറ ഷാസിൻ ചെർക്കളയെയും ട്രഷററായി ഫാത്തിമ സലാമിനെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി ഫൗസിയ ഹനീഫ്, ഫാത്തിമ റഫീഖ്, സുൽഫാന ഹസ്കർ, മുനീസ ആരിഫ്, സഫ്രീന യൂസഫ്, ഷഫീദ അനീസ്, നസീമ ഹനീഫ് എന്നിവരെയും സെക്രട്ടറിമാരായി ഹഫ്സത്ത് ഷാസിയ, സെമീന ആസിഫ്, ഷഹർബാന ഹാഷിം, ഖദീജ ഷാഹിൻ, സഫ അബ്ദുൽ ഹസീബ്, ഷറീന ഷിഹാദ് എന്നിവരെയും തിരഞ്ഞെടുത്തു. സുഹറ യഹ്യ മുഖ്യ രക്ഷാധികാരിയായും റാബിയ സത്താർ, ആയിഷ മുഹമ്മദ്, റിയാന സലാം, ഷജിദ ഫൈസൽ, ഷഹീന ഖലീൽ, ഫൗസിയ PC, സാബിറ അബ്ദുല്ല, ഖൈറുന്നിസ ബഷീർ എന്നിവരെ രക്ഷാധികാരികളായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അനുമോദനം നൽകി പിലിക്കോട് ശക്തി ക്ലബ്ബ്. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് എച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ MP ശശികുമാർ, ഗാനരചനയ്ക്കുള്ള ഫിലിം അവാർഡ് നേടിയ അരുൺ യലാട്ട്, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ KV രതീഷ്, DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ നേടിയ KV ലോഹിതാക്ഷൻ, ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ അധ്യാപിക K ലൈസമ്മ എന്നിവരെയാണ് അനുമോദിച്ചത്. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് എച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. വികലമായി കിടക്കുന്ന അന്തരീക്ഷം അതിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രകാശിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സങ്കല്പം വരുന്നത്. അത്തരത്തിലൊരു സങ്കല്പത്തിലൂടെയാണ്, ആ സങ്കല്പത്തിന്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ ഈ തെയ്യങ്ങൾ നമ്മൾ വീട്ടിൽ കെട്ടിയാടുന്നത്. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലെ തെയ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ വിശ്വാസം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഒരിക്കലും ഈ പറയുന്ന പോലെ ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള ജാതി കൂട്ടങ്ങൾക്കിടയിൽ ഒരിക്കലും തൊഴിലുകൾ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തൊക്കെ ഇന്ന് ഈ സമുദായത്തിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്കും അതുപോലെ തന്നെ എല്ലാവരും പല വിഭാഗത്തിലേക്കും ജോലി തേടി പോയി. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ തെയ്യം കെട്ടുന്നതിൽ നിന്നുള്ള ഒരു വരുമാനം മാത്രമാണ്. ശക്തി ക്ലബ്ബ് പ്രസിഡന്റ് MP രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. CK രവീന്ദ്രൻ, P പ്രമീള, A കൃഷ്ണൻ, C ചന്ദ്രൻ, K ജയരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബേവൂരി സംഘടിപ്പിക്കുന്ന 6ാമത് KT മുഹമ്മദ് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം 16 മുതൽ 20 വരെ വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16-ന് വൈകിട്ട് 6 മണിക്ക് സിനിമാ സംവിധായകൻ സെന്ന ഹെഗ്ഡെ നാടക മത്സരം ഉദ്ഘാടനം ചെയ്യും. KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. സിനിമാ നടൻ അഡ്വക്കേറ്റ് C ഷുക്കൂർ, അബുദാബി ശക്തി നാടക അവാർഡ് ജേതാവ് അനിൽകുമാർ ആലത്തുപടമ്പ് എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് രാത്രി 7:30-ന് നവോദയ തിരുവനന്തപുരത്തിന്റെ സുകുമാരി എന്ന നാടകം അരങ്ങേറും. 17-ന് ഗാസയോടൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി 6:30-ന് ഏകപാത്ര നാടകം ഗാസ റിപ്പോർട്ട്, 7:30-ന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ, 18-ന് വൈകിട്ട് 6:30-ന് വയലാർ അനുസ്മരണവും ഗാനാലാപനവും, 7:30-ന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശുക്കൾ 84 വയസ്സ് എന്ന നാടകം, 19-ന് 7:30-ന് സൗപർണിക തിരുവനന്തപുരത്തിന്റെ താഴ്വാഴം എന്നീ നാടകം അരങ്ങേറും. 20-ന് വൈകിട്ട് 6 മണിക്ക് സമാപന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. 7:30-ന് പ്രശോഭ് ബാലൻ സംവിധാനം ചെയ്ത് യുവശക്തി അരവത്ത് അവതരിപ്പിക്കുന്ന നാടകം ജയഭാരതി ടൈലേഴ്സ്, 8:30-ന് സൗഹൃദ വായനശാല ബേവൂരിയുടെ സഹകരണത്തോടെ ബാക്ക് സ്റ്റേജ് കാസർഗോഡ് അവതരിപ്പിക്കുന്ന കപ്പൽ, 9:30-ന് CK രാജേഷ് റാവു സംവിധാനം ചെയ്ത് ചെങ്ങമ്പുഴ കലാകായിക വേദി അവതരിപ്പിക്കുന്ന നാടകം പന്നി എന്നിവ അരങ്ങേറും. 4 സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരങ്ങളുടെ ഒരു മത്സരവും 5ാമത്തെ ദിവസം നമ്മുടെ ജില്ലയിലെ ശ്രദ്ധേയമായ 4 അമേച്വർ ട്രൂപ്പുകളുടെ മികച്ച 4 അമേച്വർ നാടകങ്ങളുമാണ് ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം 16-ാം തീയതി വൈകുന്നേരം സെന്ന ഹെഗ്ഡെ ആണ് ഇത്തവണത്തെ നാടക മത്സരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്നേ ദിവസം ഇത്തവണ അബുദാബി ശക്തി തിയേറ്റേഴ്സിൻ്റെ നാടകരചനക്കുള്ള അവാർഡ് നേടിയ അനിൽകുമാർ ആലപ്പടമ്പ് ഒരു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ആ ഒരു അനുബന്ധ പരിപാടിയും അന്ന് ഒരു ഞങ്ങളുടെ ഗ്രന്ഥാലയത്തിലെ തന്നെ സഹോദരിമാരുടെ ഒരു നൃത്ത വിശേഷമൊക്കെയായി വളരെ ചെറിയ ഒരു പരിപാടിയോടുകൂടി തുടങ്ങി. അന്ന് അഡ്വക്കേറ്റ് ഷുക്കൂർ കൂടെ ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകമാണ് അരങ്ങേറുക. അത് 16-ാം തീയതി. 17-ന് ഗാസ റിപ്പോർട്ട് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഏകപാത്ര നാടകം നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ഏകപാത്ര നാടകത്തിൻ്റെ ഒരു അവതരണം കൂടെ 17-ാം തീയതി അതിൻ്റെ ഭാഗമായി
നടക്കും. ഈ പരിപാടിയുടെ കൂടെ കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിൻ്റെ അങ്ങാടിക്കുരുവികൾ എന്ന നാടകം അരങ്ങിലെത്തും. സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ, വർക്കിംഗ് ചെയർമാൻ KV രഘുനാഥൻ, അബ്ബാസ് രചന, CK ശശി പാലക്കുന്ന്, വിനോദ് മേൽപ്പുറം, K വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM അനന്തം പള്ള നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ശരീര സൗന്ദര്യ മത്സരത്തിൽ 55 കിലോ സീനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുത്ത സുധീഷ് AP, ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വൈകിയെയുമാണ് ആദരിച്ചത്. എറണാകുളം സെന്റ് ആൽബർട്ട് കോളേജിൽ വെച്ച് നടന്ന ശരീര സൗന്ദര്യ മത്സരത്തിൽ 55 കിലോ സീനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തെരഞ്ഞെടുത്ത സുധീഷ് AP, ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ കേരള നടനം, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നിവയിൽ A ഗ്രേഡ് നേടിയ വൈഗ KK എന്നിവരെ CPM അനന്തംപള്ള നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അനന്തംപള്ളയിൽ വെച്ച് നടന്ന ചടങ്ങ് CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം V സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. രണ്ട് പ്രമുഖ വ്യക്തികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ബോഡി ബിൽഡിംഗ്, അതുപോലെ തന്നെ ശാസ്ത്രീയ നൃത്തം ഈ രണ്ട് കാര്യങ്ങളിൽ ഉന്നതിയിലെത്തിയ രണ്ടാളുകളാണ്. ഒന്ന് സുധീഷ്, അതുപോലെ തന്നെ വൈഗ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ആർട്സ് ആൻഡ് സ്പോർട്സുകളെ നല്ലപോലെ പരിപോഷിപ്പിക്കുന്ന നിലപാട് എടുക്കുന്നുണ്ട്. അത് പ്രാദേശികമായി പൊതുജനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിലും അതിന് നല്ലപോലെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ലോക്കൽ സെക്രട്ടറി ശബരീശൻ ഐങ്ങോത്ത് ഉപഹാരം നൽകി. ലോക്കൽ കമ്മിറ്റി അംഗം C രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VN കൃഷ്ണൻ, TP കരുണാകരൻ, PB മണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ട് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. MK ശിബുവിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ അരിമല ഹോസ്പിറ്റൽ റോഡിലെ വീട്ടിൽ നിന്നും നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഡിസ്പോസിബിൾ ഗ്ലാസ്, ക്യാരി ബാഗ് എന്നിവയും ഉൾപ്പെടെ പിടിച്ചെടുത്തു. ഏകദേശം 532 കിലോ തൂക്കം വരുന്ന 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പിടിച്ചെടുത്തത്. നഗരസഭാ സെക്രട്ടറി MK ഷിബുവിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് റെയ്ഡ് നടത്തിയത്. കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള പരാതി നേരത്തെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആരോഗ്യ വിഭാഗം, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം നിരീക്ഷണത്തിൽ വെച്ചിരുന്ന കെട്ടിടമാണിത്. ഇന്ന് രാവിലെ നമ്മുടെ സന്ദർശിച്ചപ്പോൾ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും അത് ഇപ്പോൾ സീൽ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ സിറ്റി മാനേജർ PP ബൈജു, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K മനോഹരൻ, KP രചന, നിമിഷ കുളങ്ങര, K സുജന എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ 30 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ 30 വരെ തീയതികളിലായി നടക്കും. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നവർക്ക് കേരള കരാട്ടെ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനാവും. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 നവംബർ മാസം 28, 29, 30 തീയതികളിലായി പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ മത്സരത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് കേരള കരാട്ടെ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നവംബർ 22-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രസന്നകുമാർ KS, ജിൻസ് മാത്യു, സെബാസ്റ്റ്യൻ KC, മാത്യു ജോസ്,
കെ പ്രകാശ്, കെ എം കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന നാടകോത്സവം നവംബർ 16 മുതൽ 20 വരെ നടക്കും. നാടകോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന നാടകോത്സവം നവംബർ 16 മുതൽ 20 വരെ തീയതികളിലായി നടക്കും. അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിലാണ് നാടകോത്സവം നടക്കുന്നത്. നാടകം കാണാനെത്തുന്ന പ്രേക്ഷകർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ നാടകോത്സവത്തിനുണ്ട്. നവംബർ 16 കാഞ്ഞങ്ങാട് ജനനി അവതരിപ്പിക്കുന്ന നാടകം ചൂട്ട് അരങ്ങേറും. നവംബർ 17 അമ്പലപ്പുഴ സാരഥിയുടെ നാടകം നവജാത ശിശു വയസ്സ് 84. 18 തിരുവനന്തപുരം അജന്തയുടെ നാടകം വംശം അരങ്ങേറും. നവംബർ 19 തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരവും നവംബർ 20 തിരുവനന്തപുരം നവോദയയുടെ ചേലത്തുമ്പിലെ ചിലപ്പതികാരം സുകുമാരി എന്ന നാടകവും അവതരിപ്പിക്കും. നാടകോത്സവം ഈ വർഷം നവംബർ 16 മുതൽ 20 വരെ അലാമിപ്പള്ളി രാജ് റെസിഡൻസി ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ രീതിയിൽ നടക്കുകയാണ്. ഇത്തവണത്തെ നാടകോത്സവത്തിന്റെ പ്രത്യേകത ഉദ്ഘാടനം ചെയ്യുന്നത് നാടക പ്രേക്ഷകർ ഒത്തുചേർന്നിട്ടുള്ള ഉദ്ഘാടനമാണ്. പ്രത്യേക ഉദ്ഘാടനമില്ല, ഒരു ജനകീയ ഉദ്ഘാടനമാണ് ഉദ്ദേശിക്കുന്നത്. 2 ആർട്ട് ഫോറം മെമ്പറായ പ്രൊഫസർ പി രഘുനാഥ് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് ഒരു ആദരവ് നൽകുന്നുണ്ട്. അതുകൂടാണ്ട് എല്ലാ ദിവസവും നാടകത്തിന് മുൻപ് 7 മണിക്ക് നാടകം തുടങ്ങും. 6:30 മുതൽ 7 മണി വരെ ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിലെ നായകരുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. നാടകഗാനങ്ങൾ, നല്ല മെലഡീസായ സിനിമാ ഗാനങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫസർ പി രഘുനാഥിനെ ആദരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സുരേഷ് മോഹനൻ, ചന്ദ്രൻ അലാമിപ്പള്ളി, അംബുജാക്ഷൻ അലാമിപ്പള്ളി, എൻ മണിരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കുമ്പളയിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF ഭരണസമിതിയുടെ അഴിമതി തുറന്നുകാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് നേതാക്കൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കുമ്പളയിൽ SDP 1ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് കിതൂർ ശ്മശാനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചുകടത്തി കുമ്പള പഞ്ചായത്ത് കോൺഗ്രസ് അംഗം അറസ്റ്റിൽ. നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി പിടിയിൽ. നീലേശ്വരം ചിറപ്പുറത്തെ KVK ഉല്ലാസാണ് പിടിയിലായത്. കാസർഗോഡ് വധശ്രമ കേസിലെ പ്രതികൾ പിടിയിൽ. കർണാടകയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.